ഈ മിസ്റ്റർ ഗോവിന്ദൻ അറിയാമോ ആരാണ് ഈ ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തേക്കുന്നത്? ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തത് വീണ വിജയനാണോ? നിങ്ങൾ ആരെങ്കിലും ശ്രീമതി വീണ വിജയനോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനോ കാണാം ഇതിന്റെ മേളിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പോയോ? ഇല്ല. അതിന്റെ കാരണം എന്താ? കൊടുത്ത വിവരം അറിയുന്ന അറിയാവുന്നത് കൊണ്ടാണ്. തെളിവുണ്ടെങ്കിലും പുറത്തുവിടാൻ എന്നൊന്ന് പുറത്തു വിടുന്നേ. ആരുടെ പുറത്തോട്ടാ വിടുന്നേ ഈ തെളിവ്? തെളിവ് കോടതി ആരാക്കുന്ന സാധനമാണ്. അതിനാ കുറ്റപത്രം കൊടുത്തേക്കുന്നേ. ആ കുറ്റപത്രത്തിനോടൊപ്പം അനുബന്ധ രേഖകൾ കാണും. അപ്പൊ ആ തെളിവ് അവിടെ പോയി പരിശോധിക്കുക. അല്ലാതെ പുറത്തു വിടാൻ പറയുക എന്ന് പറഞ്ഞാൽ കേസും കൊടുത്തിട്ട് ഇനി വെടിയും വെച്ചിട്ട് ഇട്ടോ എന്നും കൂടെ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പാർട്ടിയുടെ മകളല്ലല്ലോ ശ്രീമതി വീണ വിജയൻ. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങൾ ശ്രീമതി വീണ വിജയനെതിരെ SFIO കുറ്റപത്രം കൊടുക്കുന്നതിന്മേൽ വന്ന് കണ്ടു. അപ്പോൾ ആ പ്രതികരണങ്ങളെന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലെ ഇപ്പോഴത്തെ താത്വിക ആചാര്യൻ എന്ന് നമ്മളൊക്കെ പറയാവുന്ന ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പം ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പുതിയൊരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മഴവിൽ സഖ്യം. അത് എന്തുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പുള്ളി വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ചിരിയുണ്ട്. കാര്യം എന്തോ വിഡ്ഢിതരം വിളിച്ച് പറയുന്ന മാതിരിയാണത് പറയുന്ന ഒരു മഴവിൽ സഖ്യങ്ങൾ. അതായത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും വേറെ ആരാണ്ടൊക്കെ കൂടെ ചേർന്നുള്ള സഖ്യമാണ് ഈ മഴവിൽ സഖ്യം. എന്തോ സഖ്യമാണെന്ന് എനിക്കറിയില്ല, അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തത്വമാണ്. മഴവിൽ സഖ്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയെ തറപറ്റിക്കാൻ ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി SFIO ചെയ്യുന്നതാണെന്ന്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ അതായത് ഈ പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടക്കല്ലേ, അങ്ങനെ നടക്കുമ്പോൾ അത് ആ സമയത്ത് തന്നെ ഇത് കൊണ്ടുവന്നേക്കുന്നത് വളരെ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ മാത്രമല്ല, വേറൊരു കാര്യം കൂടെ അദ്ദേഹം രസകരമായ ഒരു കാര്യം പറഞ്ഞു. അതായത് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് കേട്ടുകൊണ്ട് വാദം കേൾക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ വെപ്രാളം പിടിച്ച് ഈ കുറ്റപത്രം ഇത് ഇവർക്ക് കൊടുക്കേണ്ട SFIOക്ക് ഇവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടു. ഈ മിസ്റ്റർ ഗോവിന്ദൻ അറിയാമോ ആരാണ് ഈ ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തേക്കുന്നത്? ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തത് വീണ വിജയനാണോ? അല്ല. ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തേക്കുന്നത് CMRL ആണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഉള്ള ഒത്തുകളി എന്ന് പറയുന്നത് വെളിച്ചത്ത് വരികയല്ലേ? CMRL കൊടുത്തേക്കുന്ന കേസ്, അത് CMRL അവർക്കെതിരെ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമതി വീണ വിജയനെതിരെ അന്വേഷിക്കരുതെന്നല്ല, CMRLനെതിരെ കേസ് അന്വേഷിക്കരുതെന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. ആ അന്വേഷണം തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ആവുന്ന പണി 18 നോക്കി, പട്ടിച്ച പണി 18 നോക്കി കാല് പിടിച്ച് ഏതെങ്കിലും വിധത്തിൽ ഈ കേസ് അന്വേഷണം ഒന്ന് തടസ്സപ്പെടുത്താൻ, അതായത് ഇതിന് സ്റ്റേ കിട്ടുമെന്ന് നോക്കി. കോടതി കൊടുത്തില്ല. ഇപ്പോൾ വാദം കേട്ടിട്ട് ഇത് കൊടുത്തില്ല. വിശദമായ വാദം കേൾക്കണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. ഇതൊന്നും അതുവരെ ഇതൊന്ന് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു നോക്കി, വക്കീൽ കൊടുത്തില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അത് CMRLന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. ശ്രീമതി വീണ വിജയന്റെ പ്രശ്നമല്ലത്. വീണ വിജയൻ കൊടുത്തേക്കുന്ന കേസല്ല. വീണ വിജയൻ കൊടുത്തേക്കുന്ന ഇവിടെ കേരള ഹൈക്കോടതി കൊടുത്ത കേസാരാ കൊടുത്തേ? അത് CMRLാണ് കൊടുത്തത്. അത് തള്ളി ദൂരെ കളഞ്ഞു, പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്താ, CMRLനെ കൊണ്ട് കൊടുപ്പിക്കാതെ കർണാടക ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് ശ്രീമതി വീണ T കൊണ്ട് കൊടുത്തു. അതിന്റെ ഫലം എന്തായെന്ന് അറിഞ്ഞല്ലോ. അത് തള്ളിപ്പോയതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ശ്രീമതി വീണ വിജയനോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനോ കാണാം ഇതിന്റെ മേളിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പോയോ? ഇല്ല. അതിന്റെ കാരണം എന്താ? കൊടുത്ത വിവരം അറിയുന്ന അറിയാവുന്നത് കൊണ്ടാണ് അത് കൊടുക്കാഞ്ഞത്. എന്നിട്ട് CMRL എന്ത് ചെയ്യുന്നു എന്ന് നോക്കി കൈയും കെട്ടിയിരിക്കുക. അപ്പൊ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നടന്ന് അത് തീരുന്നത് വരെ CMRLന്റെ കേസ് അന്വേഷിക്കരുത് എന്നുള്ളതാണോ ശ്രീ ഗോവിന്ദൻ പറയുന്നത്, MV ഗോവിന്ദൻ പറയുന്നത്? ഇതാണോ നിങ്ങളുടെ ജ്ഞാനം ഇതിനെ സംബന്ധിച്ചിടത്തോളം? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒത്തുകളി വെളിച്ചത്ത് വരികയല്ലേ. അതായത് വീണ വിജയന്റെ പേരിലുള്ള കേസ് കുറ്റപത്രം കൊടുക്കുന്നതും തടയണം, അന്വേഷണം തടയണം. എപ്പോഴാണ്? CMRLന്റെ ഹർജിയിൽ. അതാണ് നിങ്ങളുടെ ആവശ്യം. അപ്പൊ CMRLനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചേക്കുന്ന ആരാണ്? ഇപ്പൊ കള്ളി വെളിച്ചത്ത് വരുന്നില്ലേ? CMRLന് യഥാർത്ഥത്തിൽ ഇതെങ്ങാണ് കൊടുക്കാനുള്ള യോഗ്യത വല്ലതും ഉണ്ടോ? ഇഷ്ടം പോലെ പബ്ലിക് മണി, അതായത് നമ്മുടെ KSIDCക്ക് ഷെയർ ഉള്ള സ്ഥാപനമാണ് ഈ CMRL എന്ന് പറയുന്നത്. KSIDCക്ക്, എന്നിട്ട് KSIDC ആണ് ആദ്യം ഈ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി കൊണ്ടു കൊടുത്തത്. അത് CMRL ഒളിപ്പിച്ചേക്കുന്നതാണ്. CMRL മാത്രമല്ല,
വീണ വിജയനും കൂടെ ചേർന്ന് കൊടുപ്പിച്ചേക്കുന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി അറിയാതെ അത് സംഭവിക്കുകയല്ല, കൊടുത്തതാണ്. അതും തള്ളിക്കളഞ്ഞാണ് ആണല്ലോ. അപ്പോൾ KSIDCക്ക് എന്താ ഇൻട്രസ്റ്റ് ഇതിനകത്ത്? ഒരു പൊതുമേഖലാ സ്ഥാപനമായ ഗവൺമെന്റ് കമ്പനിയായ KSIDC, അവർക്ക് ഇത് അമിക്കത് മൂലം അവർക്ക് നഷ്ടം വന്നേക്കുന്ന 19 ലക്ഷം രൂപയാണ്. ഈ 19 ലക്ഷം അല്ല, 19 കോടി രൂപ മൊത്തം ഈ ഇതിൽ വരേണ്ടതാണ്, വരുമാനം വരേണ്ടതാണ്. അതാണ് ഈ സൈഫൺ ചെയ്ത് 182 കോടി രൂപ അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് 19 കോടി രൂപ ഇവർക്ക് കിട്ടേണ്ടതാണ്. എന്നിട്ട് അത് കളഞ്ഞുകൊണ്ടാണ് KSIDC ഇത് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് എന്റെ പുറകെ കിടക്കുന്നത്. CMRലെ കള്ളക്കളി എന്നെ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നിശ്ചിതമായ വിമർശനം അവരേറ്റുവാങ്ങില്ലേ? KSIDC ഇനി കണ്ണുറക്കത്തില്ല വേറെ എങ്ങും പോകാനായിട്ട്. അപ്പോൾ അത് മതിയാക്കി. അങ്ങനെ നാനാവിധത്തിലും ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇതെല്ലാം മെനക്കെട്ട്, ഇത് മാത്രമല്ല വേറെ ഒരുപാട് പിടിപാടുകൾ ഇതിന്റെ പുറകിലുണ്ട്. അതെല്ലാം നോക്കി നമ്മൾ കാണുന്നതാണല്ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ സ്വാധീന വലയങ്ങൾ നമുക്കറിയാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഒന്നുമില്ല. SFIOയ്ക്ക് ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ അന്വേഷിച്ച് ഇത് ചാർജ് ഷീറ്റ് കൊടുത്താണ്. മാത്രം എത്ര കാലം എടുത്തു ഇത് അന്വേഷിച്ച് വരാൻ? ഇത്രയാണ് കാരണമുള്ളൂ. ഇനി അത് മാത്രമല്ല, ഇപ്പൊ പാർട്ടി നേതൃത്വം പറയുന്നത് എന്താണെന്നറിയോ? ഇത് രാഷ്ട്രീയപരമായിട്ട് നേരിടണം. രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ ഇത് എന്തോന്നായത് എനിക്കറിഞ്ഞൂടാ. ശ്രീമതി വീണ വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിലെ ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയാണോ അവര്? അല്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമാണെന്നൊന്നും ഇനി എനിക്കറിയാൻ വയ്യ. ഏതായാലും ഒരു പ്രബലമായ ഒരു അംഗമായിട്ട് എനിക്കറിയത്തില്ല. പ്രബലയായ ഒരു അംഗം ആണ് ശ്രീമതി വീണ ടി എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ഇത് മുഖ്യമന്ത്രിയുടെ മകളായതാണ് പ്രശ്നം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് ചെയ്താലും മിണ്ടാതിരിക്കണം. കാരണം എന്താ? നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്, അതാണ് പ്രശ്നം. നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നിങ്ങളുടെ കാര്യമാണ്, വേറെ ജനങ്ങളുടെ കാര്യമൊന്നുമല്ല. ഇത് ജനങ്ങളെ വഞ്ചിച്ച് കൊടുത്തേക്കുന്ന പണമാണ്. നിങ്ങളുടെ മകൾക്ക് ഇത്രത്തോളം, അതായത് ശ്രീമതി വീണ ടിക്ക് ഈ 2,70,00,000 രൂപ എടുത്ത് മെക്കാപ്പിച്ച കൊടുത്തതിന് ശേഷം അയാളുടെ മരുമോന് കൊടുത്തേക്കുന്ന എത്ര? 13 കോടി രൂപയാണ് കമ്മീഷനാന്ന് പറഞ്ഞ്. എംപവർ ഇന്ത്യ ലിമിറ്റഡ്, അത് വേറൊരു സ്ഥാപനം. അതായത് ഇവിടുത്തെ ചപ്പി അവറുകളും മാലിന്യങ്ങളും മാറ്റി എന്നുള്ളതിന്റെ കമ്മീഷൻ. ഇതാണ്, ഈ രീതിയിലാണ് 182 കോടി രൂപ എടുത്ത് പെരുമാറിയേക്കാണ്. ആ 182 കോടി രൂപയിൽ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഷെയർ ഉണ്ട്. KSIDCക്ക് അതിനകത്ത് അത്രത്തോളം ഷെയർ ഉണ്ട്. ഏതാണ്ട് 19 കോടി രൂപ അവർക്ക് വരേണ്ടതാണ് അതിൽ നിന്ന്. അത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ വകയല്ലേ. മാത്രമല്ല, അത് CMRL എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, പബ്ലിക് കമ്പനിയാണ്. ആ പബ്ലിക് കമ്പനിയിൽ പബ്ലിക്കിനെല്ലാം അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് പിടിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് കണ്ടുപിടിക്കേണ്ടത്. അത് ഈ മുഖ്യമന്ത്രിയുടെ മോളായിപ്പോയെങ്കിൽ ഈ കാശ് പണം വാങ്ങാൻ പാടില്ലായിരുന്നു. ഇനി ചോദിക്കട്ടെ, അത് കമ്പനിയും വീണയും കൂടെ നേരിട്ടുള്ളൂ എന്ന് അത് പറയുന്നുണ്ട് കേട്ടോ. ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ അത് പ്രഖ്യാപനമാണ്. ആ തത്വം എങ്ങനെ ശരിയാവും? കമ്പനി ഉണ്ടോ ഇപ്പൊ വീണയ്ക്ക്? ഇപ്പൊ കമ്പനി ഇല്ല, വീണ മാത്രമേ ഉള്ളൂ. കമ്പനി 1% കമ്പനിയായിരുന്നു, ഇപ്പൊ കമ്പനി ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എക്സാ ലോജിക് എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പൊ ഇല്ല. ആ പേര് മാത്രമേ ഉള്ളൂ, കമ്പനി ഇല്ല. ഉണ്ടെന്നല്ലേ പറയട്ടെ. ആ കമ്പനി നിർത്തി, ചുരുട്ടിക്കൂട്ടി. കാരണം അത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇഷ്ടംപോലെ പണം കിട്ടി, എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ അത് അവിടെ നിർത്തി വിട്ടു. ആ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ കേസിന്റെ പോക്ക്. ഇത് പാർട്ടിക്കെതിരെ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന, രാഷ്ട്രീയമായിട്ട് കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു വർത്തമാനം കൂടെ പറഞ്ഞിട്ടുണ്ട്. തെളിവ് പുറത്തു വിടണമെന്ന്, തെളിവുണ്ടെങ്കിലും പുറത്തു വിടാൻ. എന്നൊന്ന് പുറത്തു വിടുന്നേ? ആരുടെ പുറത്തോട്ടാ വിടുന്നേ ഈ തെളിവ് കോടതി ആരാക്കുന്ന സാധനമാണ്. അതിനാ കുറ്റപത്രം കൊടുത്തേക്കുന്നേ. ആ കുറ്റപത്രത്തിനോടൊപ്പം അനുബന്ധ രേഖകൾ കാണും. അപ്പൊ ആ തെളിവ് അവിടെ പോയി പരിശോധിക്കുക. അല്ലാതെ പുറത്തു വിടാൻ പറയുക എന്ന് പറഞ്ഞാൽ കേസും കൊടുത്തിട്ട് ഇനി വെടിയും വെച്ചിട്ട് ഇട്ടോ ഒന്നും കൂടെ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? വെടിക്ക് തന്നെ ശബ്ദമുണ്ട് എന്ന് പറഞ്ഞ പോലെ അവര് കുറ്റപത്രം അവിടെ കൊടുക്കുന്നു. അതിന് തെളിവ് പുറത്തോട്ട് വിടുന്ന പറഞ്ഞാൽ ആരുടെ പുറത്തോട്ട് വിടാനാ? അവിടെ പോയി നോക്കണം തെളിവുണ്ടോ ഇല്ലയെന്ന്. ആ കോടതിയിൽ അതിന്റെ കോപ്പി എല്ലാം കിട്ടുമല്ലോ പാറപ്പ്. അപ്പം മനസ്സിലാക്കിയാൽ മതി തെളിവുണ്ടോ ഇല്ലയെന്ന്. തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അത് കോടതി നോക്കേണ്ട കാര്യമാണ്. കോടതിയാണ് തെളിവുകൾ വിശകലനം ചെയ്ത് അതിൽ തീരുമാനം എടുക്കേണ്ടത്. അത് കോടതി എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇങ്ങനെയുള്ള കേസിന് ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം വാങ്ങിയതിന് തെളിവുണ്ട്. അതാണ് പ്രശ്നം. അത് പണം വാങ്ങിയ ഒരു ജോലിയും ചെയ്യാതെ വാങ്ങിച്ചു. അതായത് ഈ നമ്മുടെ ഈ നോക്കൂലി ഇല്ലേ, യഥാർത്ഥത്തിൽ നോക്കൂലി തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. നോക്കിക്കൊണ്ടിരുന്നതാണ്, വേറൊന്നുമില്ല. നോക്കൂലി വാങ്ങിച്ചു,
അത് തന്നെ സംഭവിച്ചേക്കുന്നത്. അങ്ങനെ നോക്കൂലി മുഖ്യമന്ത്രിയുടെ മാട് വാങ്ങുമ്പോൾ അത് മാസപ്പടിയായിട്ട് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ജോലി ചെയ്യാതെ മാസപ്പടിയായിട്ട് വാങ്ങിക്കുമ്പോൾ എന്ത് പണി ചെയ്തു കൊടുത്തു എന്ന് കാണിക്കണം, എന്ത് ജോലിക്കാണെന്ന്. ഒരു ജോലിക്കുമല്ല എന്ന് അവരുടെ തന്നെ തെളിവ് കൊടുത്തിട്ടുണ്ട്. അവര് ഒരു ജോലിയും ചെയ്തതായിട്ടില്ല. അപ്പോ മുഖ്യമന്ത്രിയുടെ മകളല്ലെങ്കിൽ ഇതാ അവര് കൊടുക്കുവോ, പണം കൊടുക്കുവോ? പിന്നെ അത് മാത്രമല്ല, എംപവറിൽ നിന്ന് പണം വാങ്ങിയേക്കുന്നത് അത് ശശീരൻ കർത്തായുടെ തന്നെ ഇതിന്റെ ഈ കമ്പനിയുടെ സഹോദര സ്ഥാപനമായിട്ട് നടത്തുന്ന സ്ഥാപനമാണ്. തട്ടിക്കൂട്ട് കമ്പനി, കടലാസ് കമ്പനി. ആ കടലാസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് വലിയ ലോണാണ് വാങ്ങി എടുത്തു വെച്ചേക്കുന്നത്. ആ ലോൺ വാങ്ങിച്ചിട്ട് ഇന്ന് വരെ തിരിച്ചടച്ചിട്ടുമില്ല. അതിന് പലിശയും കൊടുക്കണ്ട, തിരിച്ചടവില്ലാത്ത ലോൺ. മനസ്സിലായില്ല? അങ്ങനെ 2,70,00,000 രൂപ ഈ നാട്ടിലെ പാവങ്ങളിലാണ്. തെരുവിലുണ്ടല്ലോ മുട്ടയടിച്ച പാവങ്ങൾ സ്ത്രീകൾ കിടക്കുന്നു പിച്ചച്ചട്ടി നീട്ടിക്കൊണ്ട്. അവർക്ക് 5 പൈസ കൊടുക്കാതിരുന്നിട്ടാണ് ഇതേപോലുള്ള വർത്തമാനം, വലിയ വർത്തമാനം ഇങ്ങനെ പറയുന്നത്. ഇതാണ് കാര്യം. ഈ ഇലക്ഷൻ എന്നാ നോക്കി കണ്ടോണ്ടാണ്. ഇലക്ഷൻ എന്തോ നോക്കാനായത്? എന്നാ ഇലക്ഷൻ വരുന്നേ? അതിന് എത്രയോ നാളുണ്ട്. അതിനകത്ത് ഇത് ഇവർ തെളിയിക്കട്ടെ, ഒന്നുമില്ലെന്ന്. അതല്ലേ വേണ്ടത്. അതിന് പകരം ഈ രീതിയിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്. ഇവിടുത്തെ ജനങ്ങളെല്ലാം വിഡ്ഢികളല്ല. ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പാർട്ടിയുടെ മകളല്ലല്ലോ ശ്രീമതി വീണ വിജയൻ, ശ്രീ പിണറായി വിജയന്റെ മകളല്ലേ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അപ്പൊ പാർട്ടി എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? പാർട്ടി ഇതിനെ പ്രതിരോധിക്കും, ശക്തമായ പ്രതിരോധം. പാർട്ടി പ്രതിരോധിച്ചാൽ അതിനകത്ത് കാര്യമുണ്ട്. അതാണ് കാരണം. ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയാം, ഈ പാർട്ടികൾ ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെ, അതായത് മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള നേതാക്കളൊക്കെ, അവർക്കൊക്കെ പണം കൊടുത്തതിന്റെ രേഖ ഇതിനകത്ത് വരുന്നുണ്ട് വെളിയിലോട്ട്. അതാണ് നിങ്ങളുടെ പ്രശ്നം. വരട്ടെ, ജനങ്ങൾ അറിയട്ടെ ഇത്. ഏതൊക്കെ ആളുകൾ ഇതിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പേരിൽ നടപടി വേണം. കാരണം ജനങ്ങളുടെ പണമാണ് ഈ അടിച്ചോണ്ട് പോയിരിക്കുന്നത്. അത് അങ്ങനെ പണം വാങ്ങാനൊന്നും ആർക്കും അധികാരമോ അവകാശമില്ല. ആരൊക്കെ വാങ്ങിയിട്ടുണ്ടോ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്, ആരാന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ നടപടി വേണം. അതാ വേണ്ടത്.